ഭീതി വിട്ടൊഴിയാത്ത ചൈനയിലെ വുഹാനിൽ നിന്ന് 112 പേർ അടങ്ങുന്ന സംഘവുമായി ഇന്ത്യൻ വ്യോമസേന വിമാനം തിരിച്ചെത്തി. കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ച ചൈനയ്ക്ക് ഇന്നലെ സഹായവുമായി പോയ വ്യോമസേനയുടെ C-17 വിമാനമാണ് തിരിച്ചെത്തിയത്. വിമാനം വൈകിയത് ഇടയ്ക്ക് ആശങ്കയുണ്ടാക്കിയെങ്കിലും ഇന്ത്യക്കാർക്ക് പുറമെ 7 മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയും ചൈനയിൽ നിന്ന് വ്യോമസേന വിമാനം ദില്ലിയിൽ എത്തിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ്, ചൈന, ദക്ഷിണാഫ്രിക്ക, മഡഗാസ്കർ, മ്യാൻമാർ, മാലിദ്വീപ്, US എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും സംഘത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യക്കാർക്ക് പുറമെ ബംഗ്ലാദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് തിരിച്ചെത്തിയവരിൽ അധികവും. ഇന്ത്യയിൽ പ്രവാസി പൗരത്വമുള്ള ചൈനീസ് പൗരന്മാരും വിമാനത്തിലുണ്ടായിരുന്നു. 76 ഇന്ത്യക്കാർ, 23 ബംഗ്ലാദേശികൾ, 6 ചൈനക്കാർ, മ്യാൻമാറിൽ നിന്നും മാലിദ്വീപിൽ നിന്നും 2 വീതം, US-ൽ നിന്നും മഡഗാസ്കറിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഓരോരുത്തർ എന്ന നിലയിലാണ് തിരിച്ചെത്തിയവരുടെ കണക്ക്. ദില്ലിയിൽ 14 ദിവസത്തെ പ്രത്യേക നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ഇവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകാനാവുള്ളൂ. മരുന്നും ഉപകരണങ്ങളും അടക്കം 15 ടൺ സാധനങ്ങളുമായാണ് നേരത്തെ വ്യോമസേനയുടെ വിമാനം വുഹാനിലേക്ക് പോയത്. ചൈനയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് 70ാം വാർഷികത്തിൽ നൽകുന്ന സഹായം അവിടുത്തെ ജനങ്ങളോടുള്ള സ്നേഹത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും അടയാളമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കൊറോണ വൈറസ് ഭീതിയിൽ തുടരുന്ന ചൈനയ്ക്ക് വൻ മെഡിക്കൽ സഹായവുമായി ഇന്ത്യയുടെ സൈനിക വിമാനം വുഹാനിൽ ലാൻഡ് ചെയ്തു. വ്യോമസേനയുടെ പ്രത്യേക വിമാനം ബുധനാഴ്ചയാണ് ഇന്ത്യയിൽ നിന്ന് 15 ടൺ മെഡിക്കൽ സാധനങ്ങളുമായി വുഹാനിലേക്ക് തിരിച്ചത്. 112 ഇന്ത്യക്കാരും വിദേശ പൗരന്മാരും ഈ നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെയെല്ലാം തിരിച്ചെത്തിക്കാനും ഈ വിമാനം ഉപയോഗിച്ചു. ദുരിതാശ്വാസ മെഡിക്കൽ സാമഗ്രികൾ ചൈനീസ് ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ശക്തമായ പ്രകടനമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. C-17 ഗ്ലോബ് മാസ്റ്റർ സൈനിക വിമാനമാണ് ഇന്ത്യ അയച്ചത്. മാസ്കുകൾ, കയ്യുറകൾ, മറ്റ് അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ 15 ടൺ വൈദ്യസഹായമാണ് സൈനിക വിമാനത്തിൽ എത്തിച്ചത്. ദുരിതാശ്വാസ സാമഗ്രികൾ ഇറക്കിയ ശേഷം 112 ഇന്ത്യക്കാരെയും വിദേശ പൗരന്മാരെയും വിമാനം ഡൽഹിയിലേക്ക് കൊണ്ടുപോയതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 76 ഇന്ത്യൻ പൗരന്മാർ ഈ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള 23 പൗരന്മാരും ചൈനയിൽ നിന്ന് 6 പേരും മ്യാൻമാർ, മാലിദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് 2 വീതവും ദക്ഷിണാഫ്രിക്ക, USA, മഡഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും വിമാനത്തിലുണ്ട്. എല്ലാവർക്കും സുരക്ഷിതമായ യാത്രയും ആരോഗ്യവും നേരുന്നു എന്നാണ് ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം മിശ്ര ട്വീറ്റ് ചെയ്തത്. 6 ചൈനക്കാരുടെയും ഭാര്യമാർ ഇന്ത്യക്കാരാണ്. ഫെബ്രുവരി 1, 2 തീയതികളിൽ ഇന്ത്യ 2 പ്രത്യേക എയർ ഇന്ത്യ വിമാനങ്ങൾ സർവീസ് നടത്തി. 647 ഇന്ത്യൻ പൗരന്മാരെയും കൂടുതലും വിദ്യാർത്ഥികളെയും 7 മാലിദ്വീപ് പൗരന്മാരെയും വിമാനത്തിൽ തിരിച്ചെത്തിച്ചിരുന്നു. ചൈനയിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഹുബേ പ്രവിശ്യയും തലസ്ഥാനമായ വുഹാനും ജനുവരി 23 മുതൽ പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.